മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി. അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയൻ്റെ 2ാം വർഷമാണ്. ഒരു റെസ്പോൺസ് എടുത്തപ്പോൾ പറഞ്ഞാൽ ടൊവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് അതെന്നുള്ളത്. ശരിക്കും ടൊവിയുടെ ഒരു കരിയർ ബ്രേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ടൊവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണോ അത്? തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അറിയില്ല. എനിക്ക് അത് ഒരു 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പ് ക്യാരക്ടറായിട്ടുള്ള തിരിഞ്ഞു പറഞ്ഞത് അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പൊ നമ്മള് വലിയ വലിയ ആളുകളൊക്കെ കമൽഹാസൻ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷം ഒരു സിനിമയിൽ തന്നെ. അപ്പൊ ഞാൻ ചെയ്ത ശരിയാവുന്നതൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അതിനെങ്കിൽ ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര എന്താ പറയുക പ്രശ്നമില്ലാതെ അത്യാവശ്യം വൃത്തിയായി തന്നെ നമുക്കത് ചെയ്യാനും സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ പോലുള്ള അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവുന്ന പ്രേക്ഷകർ ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ നമ്മൾ സ്വപ്നം കണ്ടതിന്റെ പൂർണ്ണത സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. കാര്യം കുറച്ച് പോസ്റ്ററുകളും ഒരു ടീസറും മാത്രമേ ആ സിനിമ പുറത്തു പോകുന്നുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.